അങ്ങനെ ഒരു ഓണക്കാലം കൂടി വന്നിരിക്കുകയാണ്. എല്ലാ ഓണക്കാലത്തും മുതിർന്നവർ പറയുന്നൊരു സ്ഥിരം ഡയലോഗുണ്ട്. ഇന്നത്തെ ഓണമൊക്കെ എന്ത്, അതൊക്കെ പണ്ട് കാലത്തെ ഓണം, അതൊക്കെയായിരുന്നു ആഘോഷമെന്ന്. സത്യത്തിൽ ഇന്നത്തെ ഓണമാണോ അതോ പണ്ട് കാലത്തെ ഓണമാണോ ശരിക്കും കേമം? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ഓണത്തിൻ്റെ ചരിത്രം തേടി മിനിമം ഒരു 2000 വർഷം പുറകിലേക്കെങ്കിലും സഞ്ചരിക്കേണ്ടി വരും. ഓണമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് മഹാബലിയുടെയും വാമനന്റെയും കഥയായിരിക്കും. എന്നാൽ ഓണത്തിൻ്റെ വേരുകൾ ഈ ഐതിഹ്യത്തിനും നൂറ്റാണ്ടുകൾക്ക് പിന്നിലാണ്. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് മാങ്കുടി മരുതനാരെഴുതിയ സംഘകാല കൃതിയായ മധുരൈ കാഞ്ചിയിലാണ് അന്നത്തെ പാണ്ഡ്യ രാജാക്കന്മാർ വരെ ആഘോഷിച്ചിരുന്ന ഓണത്തെപ്പറ്റി ആദ്യമായി പരാമർശിക്കപ്പെടുന്നത്. അന്ന് അതൊരു വിളവെടുപ്പ് ഉത്സവം മാത്രമായിരുന്നു. കർക്കിടകത്തിലെ പഞ്ഞമൊക്കെ മാറി കൃഷിയും കച്ചവടങ്ങളും ഒക്കെ സജീവമാകുന്ന ചിങ്ങമാസത്തിൻ്റെ സമൃദ്ധിയെ ആഘോഷമാക്കിയിരുന്ന ഒരു തനിനാടൻ ദ്രാവിഡ കാർഷികോത്സവം. അന്നത്തെ ആ ആഘോഷങ്ങളുടെ ചരിത്ര രേഖകളിലൊന്നും മഹാബലിയുടെയോ വാമനന്റെയോ കഥകൾക്ക് ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണിക വൈഷ്ണവ സംസ്കാരം തെക്കേ ഇന്ത്യയിൽ വേരുറപ്പിക്കാൻ തുടങ്ങിയ കാലത്താണ് വാമനന്റെയും മഹാബലിയുടെയും കഥ ഓണത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ഇളംകുളം കുഞ്ഞുപിള്ളയെപ്പോലുള്ള ചരിത്രകാരന്മാർ മുന്നോട്ട് വെച്ച സിദ്ധാന്തങ്ങളും ഇതിനെ ശരിവെക്കുന്നതായിരുന്നു. മഹാബലി എന്നത് തദ്ദേശീയരായ ദ്രാവിഡ ജനതയുടെ പ്രതീകമാണ്. സമത്വത്തോടെ നാട് ഭരിച്ചിരുന്ന ഈ അസുര ചക്രവർത്തിയെ, അല്ലെങ്കിൽ ഒരു ജനതയുടെ നായകനെ, വടക്കുനിന്നു വന്ന ആര്യബ്രാഹ്മണ സംസ്കാരത്തിന്റെ പ്രതിനിധിയായ വാമനൻ തന്ത്രപൂർവം പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്ന് പറയുമ്പോൾ ഒരു ജനതയുടെ സംസ്കാരത്തിനു മേൽ മറ്റൊരു ജനത നടത്തിയ സാംസ്കാരിക അധിനിവേശം എന്നൊരു രാഷ്ട്രീയ വായന കൂടിയുണ്ട്. നമ്മൾ ഇന്ന് പാടി നടക്കുന്ന ഓണപ്പാട്ടിലും ഉണ്ടായിരുന്നു ഒരു വൈരുദ്ധ്യം. മാവേലി നാടുവാണിടും കാലം മാനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഈ വരികളിലെ സമത്വം ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നൂറ്റാണ്ടുകളോളം കേരളത്തിൽ നിലനിന്നിരുന്ന ജാതീയതയുടെ കാലത്ത് ഓണസദ്യ പോലും സവർണരുടെ മാത്രമായിരുന്നു എന്ന് തന്നെ പറയാം. അന്ന് അവരുടെ അടുക്കളയിലോ കിണറ്റിൻകരയിലോ പോലും പ്രവേശനമില്ലാതിരുന്ന സാധാരണക്കാരന് ഓണം എന്ന് പറഞ്ഞാൽ ജന്മി കനിഞ്ഞു നൽകുന്ന ഒരു പിടി നെല്ലോ അല്ലെങ്കിൽ മിച്ചം വന്ന ഓണസദ്യയുടെ ഒരു ഭാഗമോ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഓണത്തിൻ്റെ വാഴ്ത്തുപാട്ടുകൾക്കിടയിൽ നമ്മളിങ്ങനെ ഒരു പഴഞ്ചൊല്ലും കേട്ടത്: ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി. മാനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന പാട്ടിന് യഥാർത്ഥ മാനങ്ങൾ നൽകിയത് ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും പോലുള്ള നവോത്ഥാന നായകരാണ്. അവർ വെട്ടിവിരിച്ചിട്ട സമത്വത്തിന്റെ വാഴയിലയിലാണ് നമ്മൾ ഇന്ന് ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിക്കുന്നത്. സമത്വം എന്നത് നമുക്കിടയിൽ ഇനിയും ചീകിമിനിക്കപ്പെടാനുണ്ട്. നാളെ ഒരിക്കൽ അത് അതിൻ്റെ പൂർണ്ണതയിലെത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്നലത്തെയോ ഇന്നത്തെയോ ഓണത്തെക്കാളും ഇനി വരാനിരിക്കുന്ന ഓണങ്ങൾ കൂടുതൽ സമത്വസുന്ദരമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.